ഷർഷാദ് തട്ടിപ്പുകാരനെന്ന് മുൻ ഭാര്യ രത്തീന. ഇയാളുടെ തട്ടിപ്പിനിരയായ നിരവധി പേരുണ്ട്. വ്യവസായി എന്ന് പറയുന്നത് പോലും ഫണ്ട് തട്ടാനുള്ള മാർഗമാണെന്നും ഗാർഹിക പീഡനത്തെ തുടർന്നാണ് താൻ വിവാഹമോചനം നേടിയതെന്നും രത്തീന പറയുന്നു. അമൽ ചേരുകയാണ്. അമൽ, എന്തൊക്കെയാണ് രത്തീനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? ഷമി, മണിക്കൂറുകൾ മുന്നെയാണ് രത്തീന ഈ ഷർഷാദിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രധാനമായും ഈ ഷർഷാദിൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇയാൾ വലിയ തട്ടിപ്പ് വീരനാണ് എന്നാണ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ രത്ന ചുരുക്കം. പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ വ്യവസായി എന്നാണ് പറയുന്നത്. വ്യവസായി ഷർഷാദ് എന്നൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ വ്യവസായ മേഖലയിലാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തുന്നത്. മറ്റ് വ്യവസായികളുടെ കൂടെ ചേർന്ന് അവരുമായി വ്യവസായം ചെയ്ത് എന്നാൽ പിന്നീട് ആ വ്യവസായത്തിൽ പല രീതിയിലുള്ള തട്ടിപ്പ് നടത്തുകയും മറ്റുള്ളവരെ ചതിച്ച് അത് സ്വന്തമാക്കുകയും അത്തരത്തിൽ വ്യവസായ മേഖലയിൽ വലിയ തട്ടിപ്പ് നടത്തുന്ന ഒരു തട്ടിപ്പ് വീരനാണ് ഈ ഷർഷാദ് എന്നാണ് നിലവിലിപ്പോൾ രതീന ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. തനിക്കെതിരെ വലിയ രീതിയിലുള്ള മാനസികവും ഒപ്പം തന്നെ ശാരീരികവുമായ പീഡനം ഇദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മുൻ ഭാര്യയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. ഗാർഹിക പീഡനത്തിന് താൻ ഇരയായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം അതിൽ സൂചിപ്പിക്കുന്നത് ഒരു ലോൺ എടുത്ത് തന്നെയും ഈ ഷർഷാദ് തന്നെയും തൻ്റെ കുടുംബത്തെയും ഷർഷാദ് തട്ടിപ്പിന് ഇരയാക്കിയിരുന്നു എന്ന് പറയുന്നു. ഈ രതീനയുടെ അച്ഛനെ ഗ്യാരണ്ടിയർ ആക്കിക്കൊണ്ടാണ് ഈ ലോൺ എടുക്കുന്നത്. ഏകദേശം ഒരു 2,50,000 മുകളിൽ രൂപയുടെ ലോണാണ് എടുക്കുന്നത്. എന്നാൽ താൻ ആ തുക അടച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇവരെ പറ്റിക്കുകയായിരുന്നു. പിന്നീട് ഏറ്റവും ഒടുവിലായി ഇവരുടെ കുടുംബം രതീനയുടെയും ഒപ്പം തന്നെ അച്ഛൻ്റെയും ഈ വീട് ജപ്തി ഭീഷണിയിലേക്ക് എത്തിയപ്പോഴാണ് ഈ ഷർഷാദ് തുക അടച്ചിട്ടില്ല എന്ന ആ ഒരു കാര്യം അറിയുന്നത്. പിന്നീട് ഷർഷാദിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെയും അതിന് സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു എന്നും രതീന ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. പിന്നീട് ഇത്തരത്തിൽ തോമസ് ഐസക്കിനെ കാണുകയും അതിൽ ചില കാലതാമസം ഉണ്ടാക്കിയെടുക്കുകയും കുറച്ച് സമയം നീട്ടിത്തരികയും ചെയ്തു. പിന്നീട് രതീനയും അച്ഛനും കൂടിയാണ് ഈ ലോൺ അടച്ചു തീർക്കുന്നത്. ഈ ലോൺ അടച്ചു തീർത്തതോടുകൂടി ഷർഷാദിന് ഈ ബാങ്കിനോട് വൈരാഗ്യമുണ്ടാവുകയും ബാങ്കിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണവും പരാതിയുമായൊക്കെ ഇദ്ദേഹം രംഗത്ത് വന്നു എന്നും പറയുന്നു. ഇത്തരത്തിൽ ഈ രതീനയെ മാനസികവും ശാരീരികവുമായ അടക്കം വലിയ രീതിയിലുള്ള പീഡനത്തിന് ഷർഷാദ് ഇരയാക്കിയിട്ടുണ്ട് എന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും വളരെ വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് പല രീതിയിലും സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ പീഡനത്തിന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുമെന്ന രീതിയിൽ ഭീഷണിയൊക്കെ ഈ ഷർഷാദ് രതീനയ്ക്കെതിരെ മുഴക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ 2020 രതീന വിവാഹമോചനം നടത്തുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ കുട്ടികളുടെ ചിലവടക്കം ഏറ്റെടുക്കേണ്ടി വരും എന്ന് കോടതി പറഞ്ഞിരുന്നു. എന്നാൽ കോടതിയുടെ നിർദ്ദേശങ്ങളെ ഒന്നും തന്നെ അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. കോടതിക്ക് വിരുദ്ധമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. കോടതി പറഞ്ഞ ആ ഒരു പണം വെക്കുക പോലും ചെയ്തിട്ടുള്ള അത്തരത്തിൽ എല്ലാ നിയമങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ ഷർഷാദ് എന്നീ ഫേസ്ബുക്കിൽ വളരെ വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് വീരനാണ് ഷർഷാദ് എന്നാണ് രതീന ഈ ഫേസ്ബുക്ക്. തീർച്ചയായും അമൽനാഥ്, നമ്മുടെ ചില മാധ്യമങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഒന്ന് വായിക്കട്ടെ. കാരണം ഈ ഷർഷാദിനെ ഇപ്പോൾ ഏതാണ്ട് വലിയ ഒരു ആളായി നമ്മുടെ ചില മാധ്യമങ്ങൾ കൊണ്ടു നടക്കുകയാണ്. അയാളുടെ വാക്കുകൾക്കൊക്കെ എന്തുമാത്രം പ്രസക്തമായ സ്ഥലമാണ് നൽകുന്നത്, എന്തുമാത്രം പ്രാധാന്യമാണ് നൽകുന്നത്. അമൽനാഥാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.